ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വൈയടെക്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ഏകദേശം ഒരു 1 മന്ത് ആവാനായി. കുറച്ച് വർക്കും അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. സോ ബാക്ക് വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. ഗാലക്സി M52 ഒരു 25,000 റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാംസങ് ഫോണാണ് ഗാലക്സി M52 5G. നല്ലൊരു 5G ഫോണാണ്. ഇപ്പോൾ ഇറങ്ങുന്ന അധികം 5G ഫോണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ബാൻഡ് അല്ലെങ്കിൽ 2 ബാൻഡ് അല്ലേ, ഒരു 5 ബാൻഡൊക്കെ മാക്സിമം തരുന്ന പല കമ്പനികളും ഉണ്ട്. അപ്പോൾ ഇവിടെ സാംസങ് നമുക്ക് 11 ബാൻഡുള്ള പ്രോപ്പർ 5G ഫോണാണ്, ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള നല്ലൊരു ഫോണാണ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിയ ഫോണാണ്. ഫ്രണ്ട് എന്നോട് സജഷൻ ചോദിച്ചു നല്ലൊരു സാംസങ് ഫോൺ വേണമെന്ന്. അപ്പോൾ നല്ലൊരു ഫോണ് 20,000 താഴെ ശരിക്കും നോക്കുമ്പോൾ നല്ലൊരു സാംസങ് ഫോൺ അവൈലബിൾ അല്ല. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊസസ്സറിലായാലും അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള വലിയ കോംപ്രമൈസുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ഫോണാണ് ഗാലക്സി M52 5G. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബോക്സ് എടുക്കാം. വാവ്, മുകളിൽ തന്നെ അടിപൊളിയായിട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. ഫോൺ അസൈഡ് നമുക്കിവിടെ ചാർജർ, നമുക്കിവിടെ ഇവിടെ കേബിള്, ഒരു ടൈപ്പ് സി കേബിൾ, യെസ് ടൈപ്പ് A ടു ടൈപ്പ് സി കേബിളാണ് ചാർജറിൽ വരുന്നത്. ചാർജർ ഐ തിങ്ക് വോൾട്ടേജ് വരുന്നത് 15 വാട്ട്സ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഫോൺ 25 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചാർജർ ബോക്സിനുള്ളിൽ വരുന്നത് 15 വാട്ട്സ് ആണ്. 5000 mAh ബാറ്ററി ഉണ്ട്. 15 വാട്ട്സ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ചാർജർ, ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 അവേഴ്സിൻ്റെ മുകളിൽ എന്തായാലും സമയമെടുക്കും ചാർജ് ചെയ്യാൻ. എനിവേ 25 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ 25 വാട്ട്സിൻ്റെ ചാർജർ വാങ്ങാം, എന്നിട്ട് എൻജോയ് ദ ഫാസ്റ്റ് ചാർജിങ്. നല്ല സ്ലീക്കാണ്, സ്ലിം ആൻഡ് സ്ലീക്ക്. 7.4 mm ആണ് തിക്നെസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല അടിപൊളിയാണ്. നമുക്ക് ഗ്ലാസിൻ്റെ ഒരു ഫീൽ കിട്ടും. ബട്ട് ആക്ച്വലി ദിസ് ഇസ് പോളികാർബണേറ്റ്. ഇവിടെ നല്ലൊരു പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഒരു പാറ്റേൺ ഇതിലാണ് വരുന്നത്. ഒരു ലൈൻസ് അവിടെ ഒരു വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂൾസ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. ഇനി ഇതിൻ്റെ പോർട്ടും ബട്ടൺസൊക്കെ നോക്കാം. ഇവിടെ വോളിയം റോക്കേഴ്സ്, അതുപോലെ പവർ ഓൺ ഓഫ് ബട്ടൺ, അതിൻ്റെ കൂടെ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. താഴെ ഒരു സ്പീക്കർ ഗ്രില്ലുണ്ട്. ഇതിൽ സിംഗിൾ മോണോ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല, സിംഗിൾ സ്പീക്കറാണ്. അതുപോലെ ടൈപ്പ് സി കേബിളുണ്ട്. അതുപോലെ പ്രൈമറി മൈക്രോഫോൺ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ സിം സ്ലോട്ട് ഉണ്ട്. സിം സ്ലോട്ട് ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല. ഇത് ഹൈബ്രിഡ് സ്ലോട്ടാണ്. ഒരു നാനോ സിമ്മും അല്ലെങ്കിൽ സിമ്മ് അല്ലെങ്കിൽ മൈക്രോ SD കാർഡ്. സോ ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പോർട്സ് ഒക്കെ ഉള്ളത്. ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 മെഗാ-പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ 12 മെഗാ-പിക്സലിൻ്റെ അൾട്രാ വൈഡ് സെൻസറും 5 മെഗാ-പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ-പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇവിടെ വരുന്നുണ്ട്. ഓവറോൾ നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി ഡിസൈനാണ്, പറയാതിരിക്കാൻ വയ്യ. സാംസങ് ഹാസ് നെയിൽഡ് ഇറ്റ്. നല്ലൊരു പ്രീമിയം ഫോൺ, അബവ് 40,000 ഒക്കെ വരുന്നൊരു ഫോൺ പിടിക്കുന്നൊരു ഫീലുണ്ട്. കാരണം അതിൻ്റെ മെയിൻ കാരണം 7.4 mm നല്ല സ്ലിം ആൻഡ് സ്ലീക്ക് ആയതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലുണ്ട്. പിന്നെ അതുപോലെ 174 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. കഴിഞ്ഞ M51 നമുക്കറിയാം ഒരു 223 സംതിങ് അങ്ങനെ എന്തോ വെയിറ്റ് ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം 7000 mAh ബാറ്ററി എല്ലാം കൂടെ കുത്തിക്കൊള്ളിച്ച് ഏകദേശം 9 mm സംതിങ് ആ റേഞ്ചിലുള്ള തിക്നെസ് കൂടി ഉണ്ടായിട്ട് ഭയങ്കര ഹെഫ്റ്റി ഫോണായിരുന്നു. ഇപ്പോൾ ഇത് വളരെ സ്ലിം ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. 7000 mAh നിന്ന് 5000 mAh മാറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി സൈസ് കുറഞ്ഞതുകൊണ്ട് തന്നെ നല്ലൊരു വെയിറ്റ് അവിടെ കുറഞ്ഞു. ഡിസ്പ്ലേ വൈസ് എല്ലാം റെഡിയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിലെ പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ ബാക്കി 5000 mAh ബാറ്ററി. ഇത് 8GB 128GB വേരിയൻ്റ് ആണ്. ഇനി നമുക്കതൊന്ന് ബൂട്ട് ചെയ്ത് ബാക്കി ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. സോ ഗൈസ്, ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 778G എന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വളരെ നല്ലൊരു പ്രൊസസ്സറാണ് ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 778G. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ വിത്ത് 120 Hz. അത് ഈ മൂന്നെണ്ണം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വേറെ ലെവലാണ് പെർഫോമൻസ്. നിങ്ങൾക്ക് അവിടെ കാണാം എന്ത് സ്മൂത്താണെന്ന് അറിയാം. സ്ക്രോളിംഗ് ആയാലും ആ ഒരു UI നമ്മൾ ബ്രൗസ് ചെയ്ത് സർഫ് ചെയ്ത് പോകുമ്പോഴുള്ള ഒരു സ്പീഡ് കണ്ടോ. ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഞാൻ അതിൻ്റെ ലാസ്റ്റിലേക്ക് ഇട്ട് തരാം.
സോ ഗൈസ്, നമ്മളിന്നിവിടെ പരിചയപ്പെട്ടത് സാംസങ്ങിൻ്റെ ഗാലക്സി M52 5G എന്ന ഫോണാണ്. നമുക്കറിയാം സാംസങ്ങിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഒഴിച്ച് ബാക്കി എല്ലാ ഫോൺ എടുത്താലും ഒന്നെങ്കിൽ ഡിസ്പ്ലേയിൽ കോംപ്രമൈസ് ചെയ്യും. ഇനി നല്ല ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞാൽ അവർ പ്രൊസസ്സർ അവരുടെ തന്നെ എക്സിനോസ് ചിപ്സെറ്റ് ഇടും. അപ്പോൾ അത് ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ലാഗ് ഇഷ്യൂ ആയിട്ടും അങ്ങനെ സാംസങ് തന്നെ അറിയാലോ, സാംസങ് ലാഗിന് പേര് കേട്ട കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്രാൻഡ് ഇത്ര നല്ലൊരു ഫോൺ, ഐ എം റിയലി ഹാപ്പി. ഈ സാംസങ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നല്ലൊരു ഫോൺ ഇറക്കിയല്ലോ ഒരു സെഗ്മെൻറ്റിലേക്ക്. 25,000 ഇതിലും നല്ല ഫോണുകൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഷവോമി ആയാലും അതുപോലെ റിയൽമി ആയാലും OnePlus ആയാലും ഒക്കെ നമുക്ക് ഫോണുകൾ ഉണ്ടെങ്കിലും സാംസങ് ഫോൺ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സാംസങ് ബ്രാൻഡ് വാല്യൂ വെച്ച് അതിൻ്റെ ഫാൻസിന്, പ്രത്യേകിച്ച് സാംസങ് ഫാൻസിനൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് സാംസങ് ഗാലക്സി M52 5G. ഇതിൻ്റെ പ്രൊസസ്സറും അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല, മാരക ഡിസ്പ്ലേ ആണ്, മാരക പ്രൊസസ്സറാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം, യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. ഞാനിത് പല ആളുകൾക്കും ഓൾറെഡി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെടുത്തത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിയ ഫോണാണ്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് എന്നോട് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇത് കണ്ട് സ്പെക്കും കണ്ടു, അതുപോലെ തന്നെ ക്യാമറ സാമ്പിൾസ് ഒക്കെ കണ്ടല്ലോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ സ്മാർട്ട് ഫോൺ അതുപോലെ ലാപ്ടോപ്പ് കൂടുതൽ ടെക് വീഡിയോസിന് വേണ്ടിയിട്ട് വയ്യ ടെക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.